പേളിമാണിയെ അറിയാത്ത മലയാളികൾ ആരും തന്നെ കാണില്ല. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ളൊരു ആളാണ് പേളിമാണി. കൊച്ചിയിൽ ജനിച്ചു. തിരുവനന്തപുരം, ബാംഗ്ലൂർ എന്നീ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസവും ജീവിതവുമായി മുമ്പോട്ട് പോയ ആളാണ് പേളിമാണിയെ. ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. ഇന്ത്യൻ വീഡിയോ ജോക്കിയിലാണ് പേളിമാണി അറിയപ്പെട്ടു തുടങ്ങുന്നത്. എന്നാൽ പോലും മഴവിൽ മനോരമയിലെ D4 ഡാൻസ് എന്ന പ്രോഗ്രാമിലെ ഗോവിന്ദ് പത്മസൂരിയോടൊപ്പം അവതാരികയായി എത്തിയതിൽ കൂടെയാണ് പേളിമാണിയെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തത്. വളരെയധികം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ് പേളിമാണി. മലയാളി പ്രേക്ഷകർക്ക് എന്നും പ്രിയങ്കരിയായ ഒരു താരം തന്നെയാണ് പേളിമാണി. ഏഷ്യനെറ്റിൽ മലയാളത്തിലെ ബിഗ് ബോസ് എന്ന ഷോയിൽ 100 ദിവസം നിന്ന് ഫസ്റ്റ് റണ്ണറപ്പായി ഇറങ്ങിയ ആളാണ് പേളിമാണി. ഇനീഷുമായുള്ള പ്രണയബന്ധം തുടങ്ങിയതും ബിഗ് ബോസിൽ നിന്നാണ്. ഇവരുടെ പ്രണയം ഡ്രാമയാണോ ഗെയിം ഷോ ആണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നെങ്കിൽ പോലും അതിനുള്ള മറുപടിയെല്ലാമായി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ഇവർ വിവാഹിതരായി. 2019 ഇരുവരുടെയും വിവാഹം. ആദ്യ കുഞ്ഞ് ജനിച്ചത് 2021 രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നത് 2024 ബിഗ് ബോസിൽ വന്ന പേളീഷിനെ മലയാളികൾക്ക് ആർക്കും തന്നെ മറക്കാനാവില്ല. അതുപോലെ തന്നെയാണ് പേളിയുടെ ഇപ്പോഴുള്ള ജീവിതവും. മലയാളികൾ എല്ലാവരും ഏറ്റെടുത്തൊരു ജീവിതം തന്നെയാണ് അത്. സോഷ്യൽ മീഡിയയിൽ എല്ലാ സന്തോഷ വാർത്തയും പേളി പങ്കുവയ്ക്കാറുണ്ട്. നിലയും നിത്താരയും എന്നാണ് പേളിയുടെയും ശ്രീനേഷിൻ്റെയും മക്കളുടെ പേര്. സ്വന്തം വീട്ടിലെ കുഞ്ഞുങ്ങൾ പോലെയാണ് മലയാളികൾക്ക് എല്ലാവർക്കും പൊന്നോമനകൾ. ഇപ്പോൾ ഇതാ നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണ് പേളി. ശ്രീനേഷിനുമൊത്ത് ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതത്തിലാണ് പേളി പോകുന്നത്. ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷം കണ്ടെത്തുന്ന ആളാണ് പേളി. ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ പേളി പങ്കുവെച്ച ഈ ഒരു പോസ്റ്റാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പേളിയുടെ അമ്മയും ശ്രീനേഷിൻ്റെ അമ്മയും സ്നേഹത്തോടെ ചേർന്നിരിക്കുന്ന സന്തോഷകരമായ നിമിഷങ്ങളാണ് പേളി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. മിനിറ്റുകൾക്കകമാണ് ആരാധകർ ഇതെല്ലാം ഏറ്റെടുത്തത്. വളരെ സന്തോഷമാണ് പേളിയുടെ അമ്മയും ശ്രീനേഷിൻ്റെ അമ്മയും ഇങ്ങനെ കാണുമ്പോൾ. പേളിയുടെയും ശ്രീനേഷിൻ്റെയും സ്നേഹബന്ധം തന്നെയായിരിക്കണം ഇവരുടെയും ഈ സ്നേഹത്തിന് കാരണം. വളരെയധികം സന്തോഷകരമായ ഒരു നിമിഷങ്ങൾ തന്നെയാണിത്. പേളി നല്ലൊരു മകളും നല്ലൊരു മരുമകളും നല്ലൊരു അമ്മയുമാണ്. മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അതറിയാം. പേളിയെ പോലെ ആകാനാണ് ഓരോ മലയാളി പെൺകുട്ടികളും ചിന്തിക്കുന്നത്, ആഗ്രഹിക്കുന്നതും. ശ്രീനേഷിൻ്റെ അമ്മ എന്ന പേളിയുടെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാണ്. പേളിയെ പോലെ ഒരു മരുമകളെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്ന അമ്മ തന്നെയായിരിക്കണം ശ്രീനേഷിൻ്റെ അമ്മയും. അതിനൊക്കെ ഉള്ളൊരു ഉദാഹരണമായിരിക്കണം ഈ ചേർത്ത് പിടിക്കൽ. എന്തു തന്നെയായിരുന്നാലും പേളിയെ ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാകില്ല. അത്രയ്ക്കും പേളിയുടെയും ശ്രീനേഷിൻ്റെയും പ്രണയം ആദ്യം മുതൽ കണ്ട മലയാളി എന്ന നിലയിൽ ശ്രീനേഷിൻ്റെയും പേളിയുടെയും അമ്മ ചേർന്നിരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവച്ചപ്പോൾ മലയാളികൾക്ക് തന്നെയായിരുന്നു അത് സന്തോഷം. വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് മലയാളികൾ അത് ഏറ്റെടുത്തത്. ബിഗ് ബോസ് എന്ന ഷോയിൽ വെച്ച് ഇവരുടെ പ്രണയം തുടങ്ങിയപ്പോൾ ശ്രീ മോഹൻലാൽ തന്നെയാണ് ഇരുവരോടും ചോദിച്ചത്, പ്രണയം തന്നെയാണോ അതോ ഗെയിം ഷോയിൻ്റെ ഭാഗമാണോ? അതിനുള്ള മറുപടിയെല്ലാമായിട്ടാണ് അവരുടെ ഇപ്പോഴുള്ള ജീവിതവും കുഞ്ഞുങ്ങളൊത്തുമുള്ള സന്തോഷകരമായ നിമിഷങ്ങളും. ശ്രീ മോഹൻലാലിനോടാണ് പേളിയും ശ്രീനേഷും തുറന്നു പറഞ്ഞത്, നമുക്കൊന്നിച്ച് ജീവിക്കാൻ ഇഷ്ടമാണ്, ഒന്നിച്ച് വിവാഹം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന ആ പറഞ്ഞ വാക്കുകൾ പോലെ തന്നെ ഇപ്പോഴും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നവരാണ് ഇരുവരും. ഈ സ്നേഹം ഇങ്ങനെ നിൽക്കട്ടെ. പേളിയെപ്പോലെ ആകാൻ ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും പേളി ഒരു മാതൃക തന്നെയാണ്. എല്ലാവർക്കും ഒരു മാതൃകാ ദമ്പതികൾ കൂടിയാണ് പേളിമാണിയും ശ്രീനേഷ് അരവിന്ദും.